അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് ചക്ക എടുത്താൻ പോവാണ്. അപ്പോൾ രാവിലെ ഒരാൾ കയറുന്നുണ്ട്. കയറിയിട്ട് 2 ചക്ക എടുത്താൻ പോവാണ്. 2 ചക്കയുണ്ട്. ഒന്ന് ഓരോ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾക്ക് കൊടുക്കാനാണ്. പിന്നെ ഒരു ചക്ക അടുത്തിട്ട് ഒരു ചക്കയുടെ പകുതി ഞങ്ങളും എടുക്കും. ഒരു ചക്ക ഒരാൾക്ക് പകുതി ചക്ക ഒരാൾക്ക് കൊടുക്കാനാണ്. ഞങ്ങൾക്ക് കുറച്ച് ചക്ക മതി. ഞങ്ങൾ 2, 3, 4 പേരേ ഉള്ളൂ. അപ്പോൾ ഒരു ചക്ക ഇതാണ്, ഒരെണ്ണം ഇതാണ്. ഈ ചക്കയാണ് ഒരെണ്ണം. അപ്പം അങ്ങനെ 2 ചക്ക എടുത്തിട്ടുണ്ട്. അതൊരാൾക്ക് കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾക്ക് എടുത്ത ചക്ക ഞാൻ 3/4 ഭാഗം ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ഭാഗം ചക്ക ഒരാൾക്ക് കൊടുത്തു. അപ്പം ഈ ചക്ക ഞാൻ വെട്ടിയെടുക്കുവാണേ. അപ്പം ഞാൻ ചക്ക ചെത്തി കഴിഞ്ഞു. അപ്പം ഇനി അത് ഒന്ന് ഇളക്കിയെടുക്കുവാണേ. അപ്പം ഞാൻ ചക്ക ഇതെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊളിച്ച് മാറ്റാം. ചാവണിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് പൊളിച്ച് മാറ്റിയെടുക്കുവാണേ. പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന ചവണി മടൽ അതൊക്കെ അടുത്ത വീട്ടിലെ പശുവുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ കൊടുക്കും. ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ പാട നമ്മളെ തെറ്റിച്ചില്ലേ, അത്രയും വിളഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് പാട തെറ്റിച്ചെടുക്കുന്ന പരുവമല്ല, എന്നാൽ അത്യാവശ്യം വിളഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കുക. ഇപ്പം ഞാൻ ചക്ക എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. പൊളിച്ചെടുത്ത് ഇനി അതൊന്ന് അരിഞ്ഞ് വെക്കുവാണ്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു ചരുവത്തിനകത്തിൽ വാരി വെച്ചിട്ട് വേവിക്കാം. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ചരുവത്തിനകത്തിലോട്ട് വാരി വയ്ക്കുവാണേ. ചക്ക വാരി ചരുവത്തിലിട്ടതിന് ശേഷം നമുക്ക് അരപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാമേ. ഇപ്പം ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാമേ. അങ്ങനെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ചക്കയിലോട്ട് തട്ടിയിടുവാണേ. തട്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാമേ. കുറച്ച് ഉപ്പ് ഇടണേ. ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുവാണേ. അപ്പം നമ്മുടെ ചക്ക ഇന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു കടുക് വറുത്ത് ഒഴിക്കുവാണേ. അപ്പം എന്നും ചക്ക വേവിക്കുമ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാറാണ് ചെയ്യുക. ഇന്ന് ഞാൻ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ചക്ക ഇളക്കി എടുത്തിട്ടുണ്ട്. ചക്ക റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.